ഈ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം. രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എന്റെ അത്യാവശ്യമല്ല. മനുഷ്യനായി ജീവിക്കണം. മനുഷ്യനായി തന്നെ പെരുമാറിയിട്ടുള്ളൂ. നിങ്ങളിപ്പോ ഞാനിത് പറയുമ്പോൾ എന്തെങ്കിലും വേദന ഉള്ളിൽ വെച്ചാണ് സംസാരിക്കുന്നതിൽ അതില് വേദന, കഥനം, ഒപ്പം എന്റെ രോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരന് ഈ ജന്മം ഞാനാവില്ല. ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വൈരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നും വന്ന ഒരു പരാമർശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയങ്കരായ ജയരാജ് സഹോദരന്മാർക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടായി കാണും. അതിന് അവർക്ക് അങ്ങനെ വർത്താനം പറയാനും പ്രേരണ, അത് ന്യായമാണ്, അതവർ ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അങ്കലാപ്പ് എന്താ? 2016 മുതൽ 22 വരെ 6 വർഷം കേരളത്തിൽ ഇത് BJP ഗവൺമെന്റിന് അല്ലെങ്കിൽ BJP സ്ഥാപനത്തിന് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മുഹൂർത്ത സൃഷ്ടിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തെ കൂടി ഒരുപക്ഷെ പരിഗണനയിൽ നരേന്ദ്രമോദിക്ക് എടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആയുധമായിട്ട് ഒരു രാജ്യസഭ MP-യെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. രാജഗോപാൽ സാർ അതിനു മുമ്പ് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാണ് പോയിട്ടുള്ളത്. കുറച്ചുകൂടി യോഗ്യതയുള്ള സ്ഥാനമാണെങ്കിലും തീരുമാനമാണെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ നൈപുണ്യം, ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് കേരളത്തിലെത്തണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അന്ന് എന്നെ നാമനിർദ്ദേശം ചെയ്തു തന്നെ. അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുചെന്ന് തെരഞ്ഞെടുത്തിരുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ തൊടാൻ കഴിയില്ല. പക്ഷെ കണ്ണൂർ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കണ്ണെത്താ ദൂരത്താണോ കയ്യെത്താ ദൂരത്താണോ മനസ്സെത്താ ദൂരത്തൊരിക്കലുമല്ല എന്നെനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. നമ്മുടെ മനസ്സിവിടെ ഉണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറപ്പാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരങ്കലാപ്പാണ്. ഒരുപക്ഷെ ഒരു രാജ്യസഭാ MP എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മറ്റ് 3 രാജ്യസഭാ MP-മാർ ഇന്ന് ഈ ഭരണകക്ഷിക്ക് 3 അല്ല 4 പേരുണ്ട്. അവർ ചെയ്യുന്നതിന് മേലെ കണ്ണൂരിന് പ്രത്യേകമായും തലശ്ശേരിക്കായാലും ശരി തന്നെ ഒരുപക്ഷെ MP ഫണ്ട് മാത്രമല്ല പല പദ്ധതികളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് സദാനന്ദൻ മാസ്റ്റർക്ക് വലിയ മുൻകൈ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യസഭാ അംഗം അല്ലെങ്കിൽ പാർലമെന്റേറിയൻ എന്ന് പറയുന്ന ഖ്യാതി വന്ന് പതിക്കും എന്നുള്ള ഭയപ്പാട്, അങ്കലാപ്പ്, ഇതൊക്കെ കാരണമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയപരമായ അങ്കലാപ്പാണ്. അങ്കലാപ്പിൽ മുങ്ങി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരുപക്ഷെ ആ അങ്കലാപ്പുകൾ, വ്യാകുലതകൾ അകറ്റുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് കണ്ണൂരിലേക്ക് ശ്രീ നരേന്ദ്രമോദി ശ്രീ സദാനന്ദൻ മാസ്റ്ററെ അയച്ചിരിക്കുന്ന. ഇന്ന് അദ്ദേഹത്തിന്റെ MP ഓഫീസ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തുറന്നു വെച്ചു. ഞാൻ അദ്ദേഹത്തെ MP-യുടെ കസേരയിൽ പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ, ഒരു മന്ത്രിയെയും ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ആഗ്രഹിക്കണ്ട, പ്രാർത്ഥിക്കണ്ട. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട, എനിക്ക് എൻ്റെ സിനിമ തുടരണം. ഒരു മന്ത്രിയായാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് സിനിമാഭിനയം തുടരണം, ഒരുപാട് സമ്പാദിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഒപ്പം എൻ്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേരെയെങ്കിലും സഹായിക്കണമെങ്കിൽ പണവരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല. ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ്. ഞാൻ 2016 ഒക്ടോബർ 28-നാണെന്നാണ് എൻ്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അത് 6 മാസ കാലാവധിക്കുള്ളിൽ
മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി എടുത്തതാണ്. എൻ്റെ മനസ്സിൽ അതില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ്, അതൊരു പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദയാണ്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി. ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, എന്ത് പറഞ്ഞാലും അതെടുത്ത് കീറിമുറിക്കൊന്നും വേണ്ട, അങ്ങ് വളച്ചോടിച്ചേക്കും. പ്രജ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അസുഖമാണ് എല്ലാവർക്കും. പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം. സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രജാതന്ത്രം എന്താണെന്ന് അവർ പഠിക്കണം. എന്താണ് പ്രജയ്ക്ക് ഇത്ര വലിയ കുഴപ്പം? മറ്റൊരു വിഷയം പുതുതായിട്ട് ഈ കലുങ്ക് അവർക്ക് വലിയ, ഞാൻ പറയുന്ന സദാനന്ദൻ മാഷ് കലുങ്ക് സംഗമം നടത്തണം. അവരുടെ കടി നന്നായിട്ട് കൂടും, ചെയ്യണം. ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിലുണ്ട്. അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ്. അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു. അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്, അതാണ് അവരുടെ വ്യാകുലത. അപ്പോ മെനിഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത കലുങ്കിൽ അതിനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും. അതുവരെ അവർ കാത്തു നിൽക്കണം. അതുറപ്പായിട്ടും ഉണ്ടാവും. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഈശ്വര വഴിയെ ഈശ്വരന് ചെന്ന് ചേരുന്ന, ഈശ്വരന് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ കൃത്യമായിട്ടുണ്ട്. എല്ലാ വീഡിയോയും വെട്ടിമുറിച്ച് അവർക്കുതകുന്ന തരത്തിൽ ഇതെടുത്ത് ഉപയോഗിക്കുക. ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നയാളാണ്. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഈ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം. രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എന്റെ അത്യാവശ്യമല്ല. മനുഷ്യനായി ജീവിക്കണം. മനുഷ്യനായി തന്നെ പെരുമാറിയിട്ടുള്ളൂ. നിങ്ങളിപ്പോ ഞാനിത് പറയുമ്പോൾ എന്തെങ്കിലും വേദന ഉള്ളിൽ വെച്ചാണ് സംസാരിക്കുന്നതിൽ അതില് വേദന, കഥനം, ഒപ്പം എന്റെ രോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരന് ഈ ജന്മം ഞാനാവില്ല, ആവുകയില്ല. വെരി സോറി, എന്നെ കൊണ്ടത് പറ്റില്ല സഹോദരന്മാര്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് പറ്റും. അപ്പോ നല്ല മുഹൂർത്തമാണ്. എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. വെളുക്കെ ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളെ അപകടക്കുഴിയിലേക്ക് ചാടിക്കാനാണ്. അത് ഈ നവംബറിലും സംഭവിക്കരുത്. അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടുമേ സംഭവിച്ചുകൂടാ. പിന്നെ കരകയറ്റമില്ല.